നമ്മളെല്ലാവരുടെ അടുത്തും നോർമലായിട്ടൊരു ക്ലാസ് നോട്ട്ബുക്ക് കാണും. പിന്നെ ചില കുട്ടികളുടെ അടുത്തെങ്കിലും കയ്യിൽ ട്യൂഷൻ നോട്ട്ബുക്കും കാണും. എന്നാൽ ഈ വർഷം തൊട്ട് നമുക്ക് പുതിയൊരാളെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതാണ് ഇക്വേഷൻ ബുക്ക്. ഇക്വേഷൻ ബുക്ക് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ മാത്രമല്ല, ഇക്വേഷൻ പ്ലസ് തിയറി ബുക്ക്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം നല്ല പേജ് ഉള്ള ഒരു ബുക്കാണ് എടുക്കേണ്ടത്. അത് സ്പൈറൽ നോട്ട് ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. നമ്മൾ ആ ബുക്കിനെ നമ്മൾക്ക് എത്ര സബ്ജക്റ്റ് ആണോ പഠിക്കാനുള്ളത് അത്രയും പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ക്ലാസ് നോട്ട്ബുക്കും നമ്മുടെ ഇക്വേഷൻ ബുക്കും എടുത്തു വെക്കുക. എന്നിട്ട് നമ്മൾ അന്ന് പഠിച്ച ആ ഒരു ചാപ്റ്ററിന്റെ പേര് ഒരു മാർക്കർ പെന്നോ അല്ലെങ്കിൽ ഒരു സ്കെച്ച് പെന്നോ യൂസ് ചെയ്ത് ബോൾഡായിട്ട് എഴുതുക. അതിനുശേഷം നമ്മൾ അന്ന് പഠിച്ചിട്ടുള്ള എല്ലാ ഇക്വേഷൻസും, മെയിൻ ഇക്വേഷൻസ് മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ സബായിട്ടുള്ള ഇക്വേഷൻസും, ആ ഇക്വേഷൻസിൽ നമുക്ക് അറിയാത്ത ടേംസ്, പിന്നെ ചില ഇക്വേഷനിലാണെന്നുണ്ടെങ്കിൽ ചില ടേംസിൻ്റെ സെപ്പറേറ്റ് ഇക്വേഷൻ ഉണ്ടാവും, അത് പിന്നെ അതേപോലെ ടേംസിൻ്റെ SI യൂണിറ്റ്, അങ്ങനെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ ലിസ്റ്റ് ചെയ്യണം. അപ്പം ഞാനിവിടെ അതിന് ഉപയോഗിച്ചിരിക്കുന്നത് റെഡ് കളർ ജെൽ പെന്നും ബ്ലാക്ക് കളർ ജെൽ പെന്നും ആണ്. ഞാൻ അതേപോലെ ബുള്ളറ്റ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ബുള്ളറ്റ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരു കറുത്ത കളർ വട്ടത്തിൽ ഞാൻ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ബുള്ളറ്റ് പോയിന്റ്. അപ്പം അങ്ങനെ എല്ലാ ഇക്വേഷൻസും നമുക്ക് ഇങ്ങനെ പെട്ടിയിലാക്കി വെക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് അതിൻ്റെ ബാക്കിൽ വരുന്ന തിയറികൾ എല്ലാം നമുക്ക് ഷോർട്ടായിട്ട് എഴുതാം. എല്ലാം ഇംഗ്ലീഷിൽ വാരി വലിച്ച് എഴുതി നമ്മുടെ മെയിൻ നോട്ട് ബുക്ക് പോലെ തന്നെ അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എന്നല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ തിയറികളും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ഇതിപ്പം ഇംഗ്ലീഷിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ചുരുക്കി ഈ നോട്ടിലേക്ക് എഴുതി വെക്കുക. നമ്മൾക്ക് അറിയില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് ഇത്രാം ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ പിന്നെ വരുന്നുണ്ടാവും. നമ്മൾ അതൊക്കെ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ നോട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മളിപ്പോൾ ഇക്വേഷൻസ് എഴുതി, ചെറിയ തിയറികൾ എഴുതി, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ ചെയ്യേണ്ട രീതിയും. ആൻസർ അതേപടി എഴുതി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആൻസർ എങ്ങനെയാണ് നമ്മൾ ചെയ്തത്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഫിസിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ദിവസം ക്ലാസ്സിൽ ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്തെന്ന് വിചാരിക്കുക. ചിലപ്പോൾ അതിലൊരു 2-3 ക്വസ്റ്റ്യനൊക്കെ സെയിം രീതിയിൽ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം അങ്ങനെ സെയിം രീതിയിൽ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളൊരു ഹെഡിങ് പോലെ എഴുതി ചെയ്യേണ്ട രീതി അങ്ങനെയാണ്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, ആദ്യം ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് അതിൻ്റെ ഇക്വേഷൻ, ഞാനിങ്ങനെ എക്സാമ്പിൾ പറയുന്നേണ്ട, അങ്ങനെ ഓരോ രീതികളായിട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ നോട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളെ അടുത്തുള്ള ഹൈലൈറ്റേഴ്സ് അതേപോലെ സ്റ്റിക്കി നോട്ട്സ് എല്ലാം മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ആ ഒരാഴ്ച പഠിപ്പിച്ച എല്ലാ നോട്ടിൻ്റെയും ഒരു ക്യാപ്സൂൾ കണക്കത്തെ സംഭവം നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിനി റിവിഷൻ ചെയ്യാനിരിക്കുമ്പോഴും നമ്മൾ ഇതാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ നമ്മൾ റിവിഷൻ ചെയ്യാൻ നേരത്ത് ആദ്യമേ ഉണ്ടാക്കിയ ലോങ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് നോക്കിയാൽ എന്നും വായിക്കാൻ നമുക്ക് ഇതൊരു മടിയായിരിക്കുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ആഴ്ച കഴിയുമ്പോഴും ഈ ഒരു ഇക്വേഷൻ ബുക്ക് എടുത്ത് അതിൽ ഇക്വേഷൻസ് എല്ലാം വായിക്കുക. എന്നിട്ട് നമ്മൾ മനസ്സിൽ അതിൻ്റെ ഡെറിവേഷൻസ് ഇങ്ങനെ ആലോചിക്കുക. ആ ഇക്വേഷൻ എങ്ങനെയായിരുന്നു വന്നത്, ഈ ടേം എന്തായിരുന്നു, ഇതെങ്ങനെയായിരുന്നു വന്നതെന്നെല്ലാം നമ്മളൊന്ന് ഓടിച്ച് നോക്കുക. എന്നിട്ട് ഡെറിവേഷൻ നമ്മൾക്ക് മനസ്സിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മെയിൻ നോട്ട്ബുക്ക് എടുത്തിട്ട് അതൊരു പ്രാവശ്യം ഒന്ന് എഴുതി നോക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഈ ഇക്വേഷൻ വായിച്ചതിന് ശേഷം നമ്മൾ എല്ലാ തിയറികളും നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത് നോക്കുന്നില്ല, പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതി നമ്മൾ നോക്കി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരാഴ്ച എടുത്ത കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ബ്രഷപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി 1 മാസം കഴിയുമ്പോൾ നമ്മൾ 1 മാസത്തെ നോട്ട് ഫുള്ള് നമ്മുടെ കയ്യിലുണ്ടാവും. 1 മാസം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ രീതി മാത്രമല്ല, നമ്മൾ ആ നോട്ട് എടുത്തിട്ട് നമ്മുടെ മെയിൻ നോട്ട്ബുക്ക് എടുത്തിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ആ ക്വസ്റ്റ്യൻ എല്ലാം ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മളെല്ലാ ആഴ്ചയും ഈ ക്വസ്റ്റ്യൻ്റെ രീതികളൊക്കെ നമുക്കറിയാം. പിന്നെ ആകെ കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഒക്കെ വരാൻ സാധ്യതയുള്ളൂ. അപ്പം അങ്ങനെ വല്ലതുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ ഈ മാസാവസാനം നമ്മൾ ഇതെല്ലാം ഒന്ന് ചെയ്തു നോക്കാം. നമ്മൾ ഒരു ദിവസം പഠിക്കാനിരിക്കുമ്പോൾ തൊട്ട് തലേന്നത്തെ നോട്ടും അന്നത്തെ നോട്ടും നമ്മുടെ ക്ലാസ് നോട്ട്ബുക്ക് നോക്കി വായിക്കുക. അതിന് പുറകിലോട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഈ ഇക്വേഷൻ നോട്ട്ബുക്ക് വെച്ചിട്ട് എല്ലാ ദിവസവും റിവിഷൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ഇക്വേഷൻ ബുക്കും ഫില്ല് ചെയ്ത് പോവുക. അതൊരു പെൻഡിങ് ആക്കാണ്ട് നോക്കുക. ഇത് നിങ്ങൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. കാരണം ഞാനിത് ഓൾറെഡി പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം നോട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.